തിരഞ്ഞെടുക്കുവാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ എല്ലാ കണ്ണുകളും വത്തിക്കാനിലേക്ക്. വത്തിക്കാനിൽ നിന്നുള്ള സുപ്രധാന വാർത്താ അപ്ഡേറ്റുകളുമായി ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ്. ഏവർക്കും സ്വാഗതം. ഫ്രാൻസിസ് പാപ്പയുടെ അപ്രതീക്ഷിത വേർപാടിനെ തുടർന്ന് വത്തിക്കാനിൽ നടന്നുവരികയായിരുന്ന 9 ദിവസത്തെ ദുഃഖാചരണത്തിനും അനുസ്മരണ ബലിയർപ്പണത്തിനും സമാപനമായി. പുതിയതായി തെരഞ്ഞെടുക്കപ്പെടുന്ന പാപ്പയെ ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിക്കുവാനുള്ള ചുമതലയുള്ള 2025 പേപ്പൽ കോൺക്ലേവിലെ പ്രോട്ടോ ഡീക്കനായ കർദിനാൾ ഡൊമിനിക് മാമ്പട്ടിയാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാരം നടന്ന ഏപ്രിൽ 26-നാണ് അനുസ്മരണ ദിവ്യബലിയർപ്പണത്തിന് തുടക്കമായത്. കർത്താവിന്റെ സ്നേഹത്താൽ പ്രചോദിതനായി അവിടുത്തെ കൃപയാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ദൗത്യത്തിൽ പരമാവധി വിശ്വസ്തത പുലർത്തിയിട്ടുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് കർദിനാൾ ഡൊമിനിക് അനുസ്മരിച്ചു. മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിക്കുകയും കരുണാമയനായ ക്രിസ്തുവിനെ, രക്ഷകനായ ക്രിസ്തുവിനെ, സുവിശേഷത്തിന്റെ സന്തോഷം എല്ലാ മനുഷ്യരോടും അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഫ്രാൻസിസ് പാപ്പയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളിലും യാത്രകളിലും ജീവിതശൈലിയിലും അദ്ദേഹം സാക്ഷ്യം നൽകി. ഈസ്റ്റർ ദിനത്തിൽ ഈ ബസിലിക്കയിലെ അനുഗ്രഹങ്ങളുടെ ലോബിയിൽ നിന്ന് എല്ലാറ്റിനുമുപരി ദൈവജനത്തെ അവസാനം വരെ സേവിക്കാനുള്ള ധൈര്യവും ദൃഢനിശ്ചയവും കാണിച്ചുവെന്നും കർദിനാൾ പറഞ്ഞു. അതേസമയം ഇന്നും നാളെയും കോൺക്ലേവിനുള്ള അടുത്ത ഒരുക്കത്തിന്റെ ദിവസങ്ങളാണ്. കർദിനാളുമാർക്ക് പരസ്പരം പരിചയപ്പെടാനും വീക്ഷണങ്ങൾ മനസ്സിലാക്കാനുമുള്ള അവസരമായാണ് ഇതിനെ പൊതുവെ വിലയിരുത്തുന്നത്. കർദിനാളുമാരുടെ പൊതുസംഘങ്ങൾ ഈ ദിവസങ്ങളിൽ സമ്മേളനം തുടരുന്നുണ്ട്. വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും കൂടിയാലോചനകളും നടക്കും. ഇവയൊക്കെ കോൺക്ലേവിൽ നിർണായക ഘടകങ്ങളായിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സമാധാന സന്ദേശവുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ സഞ്ചരിച്ചിരുന്ന പോപ്പ് മൊബൈലിനി ഗാസയിലെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യരക്ഷാ കേന്ദ്രം. താൻ സഞ്ചരിച്ചിരുന്ന വാഹനം ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യരക്ഷാ സൗകര്യം നൽകുന്ന കേന്ദ്രമാക്കി മാറ്റണമെന്നായിരുന്നു പാപ്പയുടെ അവസാനത്തെ ആഗ്രഹം. ഗാസയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്നേഹ സമ്മാനം. ഫ്രാൻസിസ് മാർപ്പാപ്പ സഞ്ചരിച്ചിരുന്ന പോപ്പ് മൊബൈൽ വാഹനം ഗാസയിലെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യരക്ഷ മൊബൈൽ ക്ലിനിക്കാക്കി മാറ്റുന്നതിനായാണ് സംഭാവന ചെയ്തത്. മരണത്തിനു മുമ്പ് മിഡിൽ ഈസ്റ്റിലെ യുദ്ധവും മാനുഷിക പ്രതിസന്ധിയും ഏറ്റവും കൂടുതൽ ബാധിച്ച സമൂഹങ്ങളിലൊന്നായ ഗാസയിലെ കുട്ടികളെ സഹായിക്കുന്നതിനായി പാപ്പ തന്റെ വാഹനം സംഭാവന ചെയ്യുകയായിരുന്നു. 2014 മെയ് മാസത്തിൽ ബെത്ലഹേമിലേക്കുള്ള യാത്രയിലും പാപ്പ ഉപയോഗിച്ച പോപ്പ് മൊബൈൽ ഇതായിരുന്നു. പരിക്കേറ്റതും പോഷകാഹാര കുറവുള്ളതുമായ കുട്ടികൾ, ആരോഗ്യ പരിരക്ഷ ലഭ്യമല്ലാത്തവർ തുടങ്ങിയവർക്ക് ഇതിന്റെ സഹായം എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് കാരിത്താസ് സ്വീഡന്റെ സെക്രട്ടറി ജനറലും പദ്ധതിയുടെ പ്രേരക ശക്തികളിൽ ഒരാളുമായ പീറ്റർ ബ്രൂണി വിശദീകരിച്ചു. ഇസ്രായേലുമായുള്ള സംഘർഷത്തിനിടയിൽ ഭക്ഷണമോ ശുദ്ധജലമോ അടിസ്ഥാന വൈദ്യസഹായമോ ലഭിക്കാതെ ഏകദേശം 10 ലക്ഷം കുട്ടികൾ പലായനം ചെയ്ത ഗാസയിലെ ഗുരുതരമായ മാനുഷിക അടിയന്തരാവസ്ഥയോട് പ്രതികരിക്കുന്നതിനായി മാർപ്പാപ്പ തന്റെ ജീവിതത്തിന്റെ അവസാന മാസങ്ങളിൽ കാരിത്താസ് ജെറുസലേമിനെ ഈ സംരംഭം വ്യക്തിപരമായി ഏൽപ്പിക്കുകയായിരുന്നു. വെഹിക്കിൾ ഓഫ് ഹോപ്പ് എന്ന പേരിൽ പോപ്പ് മൊബൈലിൽ അവശ്യ മെഡിക്കൽ ഉപകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ദ്രുതരോഗനിർണയ കിറ്റുകൾ, തുന്നൽ വസ്തുക്കൾ, സിറിഞ്ചുകൾ, വാക്സിനുകൾ, ഓക്സിജൻ, റെഫ്രിജറേറ്റഡ് മരുന്നുകൾ, മറ്റു സുപ്രധാന വസ്തുക്കൾ എന്നിവ വാഹനത്തിലുണ്ട്. മേഖലയിൽ പരിചയസമ്പന്നരായ കാരിത്താസ് ജെറുസലേം എന്ന സ്ഥാപനത്തിൽ നിന്നുള്ള ഡ്രൈവർമാരും പരിശീലനം ലഭിച്ച മെഡിക്കൽ സ്റ്റാഫുമായിരിക്കും ക്ലിനിക് പ്രവർത്തിപ്പിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ സംഭാവന ചെയ്ത വാഹനം പ്രതിസന്ധിയിലുടനീളം ഏറ്റവും ദുർബലരായവരോട് പരിശുദ്ധ പിതാവ് കാണിച്ച സ്നേഹം, കരുതൽ, അടുപ്പം എന്നിവയെ പ്രതിനിധീകരിക്കുന്നുവെന്നും കാരിത്താസ് ജെറുസലേം സെക്രട്ടറി ജനറൽ ആന്റൺ അസ്ഫർ കൂട്ടിച്ചേർത്തു. മരണത്തിന് ഒരു ദിവസം മുമ്പ് ഏപ്രിൽ 20 ഞായറാഴ്ചയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അവസാനമായി പോപ്പ് മൊബൈലിൽ യാത്ര ചെയ്തത്. ആരോഗ്യസ്ഥിതി മോശമായിരുന്നിട്ടും ഉർബിയത് ഒർബി അനുഗ്രഹം നൽകിയ ശേഷം വിശ്വാസികളെ അഭിവാദ്യം ചെയ്യുവാൻ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് എത്തിയതും ഈ വാഹനത്തിലായിരുന്നു. ആ വൈകാരിക യാത്രയ്ക്കിടെ ക്യാൻസർ ബാധിച്ച ഒരു കുട്ടിയെയും നിരവധി കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുവാൻ പലതവണ ഈ വാഹനം നിർത്തുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരുന്നു. മെയ് 7 വത്തിക്കാനിൽ ആരംഭിക്കുന്ന കോൺക്ലേവിൽ പങ്കെടുക്കുവാൻ ഇന്ത്യൻ വംശജനായ പാക് കർദിനാൾ ജോസഫ് കൗട്ട്സ് ആണ് പാകിസ്ഥാനിൽ നിന്നും വത്തിക്കാനിൽ കോൺക്ലേവിൽ പങ്കെടുക്കുവാൻ എത്തുന്നത്. പാകിസ്ഥാന്റെ 78 വർഷത്തെ ആധുനിക ചരിത്രത്തിലെ രണ്ടാമത്തെ കർദിനാളാണ് ജോസഫ് കൗട്ട്സ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഇന്ത്യയിൽ ജനിച്ച് പാകിസ്ഥാനിലേക്ക് കുടിയേറിയ കുടുംബം.
ജനസംഖ്യയുടെ 2% താഴെ മാത്രം വരുന്ന ക്രൈസ്തവരുള്ള മുസ്ലിം രാജ്യത്ത് മതാന്തര സംഭാഷണത്തിന്റെ ഉറച്ച വക്താവ്. 1945 ജൂലൈ 21 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപ് ജുളൂണ്ടൂർ രൂപതയിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രധാന പട്ടണമായ അമൃത്സറിലാണ് ജോസഫ് കൗട്ട്സിന്റെ ജനനം. ഗോവയിൽ നിന്നുള്ളവരായിരുന്നു മാതാപിതാക്കൾ. അദ്ദേഹത്തിന്റെ പിതാവ് പീറ്റർ ICI ഇംപീരിയൽ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. വൈകാതെ 2 ആൺമക്കളും ഒരു മകളും അടങ്ങുന്ന കുടുംബത്തോടൊപ്പം പിതാവ് പാകിസ്ഥാനിലെ ലാഹോറിലേക്ക് താമസം മാറി. സെന്റ് പാട്രിക് ബ്രദേഴ്സിന്റെ കീഴിലുള്ള സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലായിരുന്നു പഠനം. ലാഹോറിലെ സെന്റ് മേരീസ് സെമിനാരിയിൽ പഠനം തുടർന്നു. കറാച്ചിയിലെ ക്രൈസ്റ്റ് ദി കിങ് സെമിനാരിയിൽ വൈദിക പഠനം പൂർത്തിയാക്കി. 1971 ജനുവരി 9 ലാഹോറിൽ വൈദികനായി അഭിഷിക്തനായി. 1988 മെയ് 5 പാകിസ്ഥാനിലെ ഹൈദരാബാദിൽ സഹായമെത്രാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. അതേ വർഷം സെപ്റ്റംബർ 16 അഭിഷിക്തനായി. 2012 ജനുവരി 25 കറാച്ചി ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെട്ടു. 2011 മുതൽ 2017 അവസാനം വരെ പാക് ബിഷപ്സ് കോൺഫറൻസിന്റെ പ്രസിഡന്റുമായും 2021 ഫെബ്രുവരി 11 വരെ കറാച്ചിയിലെ ആർച്ച് ബിഷപ്പുമായും സേവനം ചെയ്തു. 2018 ജൂൺ 28 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ കൺസിസ്റ്ററിയിൽ കർദിനാളായി നിയമിച്ചത്. സംവാദത്തിലും മത ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിലും രാഷ്ട്രത്തിന് നൽകിയ സേവനങ്ങളും പാകിസ്ഥാന്റെ സാമൂഹിക ക്ഷേമത്തിനും ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിനും നൽകിയ സംഭാവനകളും പരിഗണിച്ച് പാക് പ്രസിഡന്റിന്റെ ആദരവ് ഏറ്റുവാങ്ങിയ വ്യക്തി കൂടിയാണ് കർദിനാൾ ജോസഫ്. മഞ്ഞപ്പൂക്കളുമായി ഫ്രാൻസിസ് പാപ്പയെ ആശുപത്രിയിൽ കാണാനെത്തിയ കാർമില തിരഞ്ഞെടുക്കപ്പെടുന്ന പുതിയ മാർപ്പാപ്പയെപ്പറ്റി എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. വത്തിക്കാനിൽ നിന്നും മലയാളി വൈദികൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. Grazie a tutti e vedo questa signora con i fiori gialli, è brava. മാർച്ച് മാസം 23 തീയതി ജമലെ ഹോസ്പിറ്റലിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഡിസ്ചാർജ് ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും അഭിസംബോധന ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ ആദ്യമായിട്ട് കണ്ടത് കർമില എന്ന ഒരു അമ്മച്ചിയാണ് പൂച്ചുണ്ടുമായിട്ട് നിൽക്കുന്നത്. പരിശുദ്ധ പിതാവ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ആ അമ്മയെ പൂവുമായി വന്ന അമ്മയെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്ത് നമ്മൾ ഓർക്കുന്നുണ്ട്. ഇന്ന് കർമില അമ്മയെ നമ്മൾ കാണുകയും എങ്ങനെ ഈ കോൺക്ലേവിൽ നമ്മൾ ഒരുങ്ങണമെന്ന് നമ്മളോട് പങ്കുവെക്കുകയുമുണ്ടായി. Preghiamo lo Spirito Santo che illumini tutti i cardinali e che facciano una scelta così per un Papa che segua la missione, segua il lavoro che ha fatto Francesco, è immenso. Quindi che si indirizzi proprio su questa strada. നമ്മുടെ പ്രിയപ്പെട്ട കർമ്മലാമ പറഞ്ഞത് ഇതാണ്: ഹോളി സ്പിരിറ്റ്, സാന്തോ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് എല്ലാ കർദിനാൾമാരും ഈ വരുന്ന കോൺക്ലേവിൽ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കട്ടെ എന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ ആരംഭിച്ച എല്ലാ ശുശ്രൂഷകളും തുടരാൻ തക്കവിധം ജ്ഞാനം ലഭിക്കുവാൻ വേണ്ടി കോൺക്ലേവിൽ പ്രാർത്ഥിക്കണമെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട കാർമലാമ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സ്വിസ് ഭടന്മാരെ അനുസ്മരിക്കുവാൻ വത്തിക്കാൻ 16-ാം നൂറ്റാണ്ടിൽ പത്രോസിന്റെ പിൻഗാമിയുടെ സംരക്ഷണത്തിനായി സ്വജീവൻ സമർപ്പിച്ച സ്വിസ് ഭടന്മാരെ അനുസ്മരിക്കുവാനാണ് വത്തിക്കാൻ ഒരുങ്ങുന്നത്. ക്ലെമന്റ് 7-ാമൻ പാപ്പയെ സംരക്ഷിക്കുന്നതിനിടെ ജീവൻ നഷ്ടപ്പെട്ട 147 സ്വിസ് ഭടന്മാരുടെ അനുസ്മരണ ചടങ്ങ് നടത്തുവാനാണ് വത്തിക്കാൻ തയ്യാറെടുക്കുന്നത്. മെയ് 6-ാം തീയതി ചൊവ്വാഴ്ച തികച്ചും സ്വകാര്യമായ ചടങ്ങാണ് വത്തിക്കാനിൽ ഒരുക്കിയിരിക്കുന്നത്. 1527 റോം കൊള്ളയടിക്കപ്പെട്ട വേളയിൽ അന്ന് പാപ്പയായിരുന്ന ക്ലെമന്റ് 7-ാമനെ ചാൾസ് 5-ാമൻ രാജാവിന്റെ സേനയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനിടെ 147 സ്വിസ് ഭടന്മാർ കൊല്ലപ്പെടുകയായിരുന്നു. ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗത്തിന്റെയും വത്തിക്കാനിൽ നടന്നുവരുന്ന കർദിനാൾ സമ്മേളനങ്ങളുടെയും കോൺക്ലേവിന്റെയും പശ്ചാത്തലത്തിൽ തികച്ചും സ്വകാര്യമായ ചടങ്ങുകളായിരിക്കും വത്തിക്കാനിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുക. സാധാരണയായി ഈ ദിവസത്തിൽ അതാത് കാലത്തെ മാർപ്പാപ്പമാർ
സ്വിസ് ഗാർഡുകൾക്ക് കൂടിക്കാഴ്ച അനുവദിക്കുകയും സന്ദേശം നൽകുകയും ചെയ്യാറുണ്ട്. സ്വിസ് ഗാർഡുകളുടെ താവളത്തിലുള്ള പ്രത്യേക ഇടത്ത് രാവിലെ 11 മണിക്കായിരിക്കും ചടങ്ങുകളെന്ന് പൊന്തിഫിക്കൽ സ്വിസ് ഗാർഡുകളുടെ ഓഫീസ് പത്രക്കുറിപ്പ് വഴി അറിയിച്ചു. പാപ്പയ്ക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ സ്വിസ് പടയാളികൾക്കായുള്ള സ്മാരകത്തിനു മുന്നിൽ പുഷ്പചക്രം സമർപ്പിച്ചുകൊണ്ടായിരിക്കും ചടങ്ങുകൾ ആരംഭിക്കുക. പൊന്തിഫിക്കൽ സ്വിസ് ഗാർഡുകളുടെ കമാൻഡർ കേണൽ ക്രിസ്റ്റോഫ് ഗ്രാഫ് പ്രഭാഷണം നടത്തും. തുടർന്ന് പരിശുദ്ധ പിതാവിന്റെ സംരക്ഷണത്തിനു വേണ്ടി ജീവനേകിയ തങ്ങളുടെ മുൻഗാമികളുടെ ജീവത്യാഗത്തിന് സ്വിസ് പടയാളികൾ ആദരാഞ്ജലി അർപ്പിക്കും. സാധാരണയായി പാപ്പയുടെ മുൻപാകെ സ്വിസ് ഭടന്മാർ സത്യപ്രതിജ്ഞ ചൊല്ലുന്നതും ഇതേ ദിവസമായിരുന്നു. ഇത്തവണ മാർപ്പാപ്പയുടെ അഭാവത്തിൽ ചടങ്ങ് പിന്നീട് നടത്തുവാനാണ് തീരുമാനം. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ ചേരുന്ന കോൺക്ലേവ് നാളെ ആരംഭിക്കും. എന്നാൽ ഇലക്ടർമാരായ 133 കർദിനാൾമാരിൽ 2 പേര് കൂടി ഇനി റോമിൽ എത്തിച്ചേരുവാനുണ്ടെന്നാണ് വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നത്. കോൺക്ലേവിനായി എത്തിച്ചേർന്ന കർദിനാൾമാർ താമസിക്കുന്ന കാസ സാന്താ മാർത്തയിലെ നവീകരണ പ്രവർത്തനങ്ങൾ ഇന്ന് പൂർത്തിയാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനായി കോൺക്ലേവിൽ പങ്കെടുക്കുന്ന 131 കർദിനാൾമാർ റോമിൽ എത്തിച്ചേർന്നു. ഇലക്ടർമാരായ 133 കർദിനാൾമാരിൽ 2 പേരും കൂടി ഇനി റോമിൽ എത്താനുണ്ടെന്നാണ് വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നത്. കോൺക്ലേവിനായി എത്തിച്ചേർന്ന കർദിനാൾമാർ താമസിക്കുന്ന കാസ സാന്താ മാർത്തയിലെ നവീകരണ പ്രവർത്തനങ്ങൾ ഇന്ന് പൂർത്തിയാകുമെന്നാണ് അറിയിച്ചത്. നാളെ മുതലാണ് കർദിനാൾമാരുടെ താമസം സാന്താ മാർത്തയിലേക്ക് മാറ്റുന്നത്. പത്രോസിന്റെ അടുത്ത പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് മെയ് 7 ബുധനാഴ്ചയാണ് ആരംഭിക്കുന്നത്. മാർപ്പാപ്പ തെരഞ്ഞെടുപ്പിന്റെ ഫലസൂചനകൾ ലഭ്യമാക്കുവാൻ സിസ്റ്റൈൻ ചാപ്പലിന് മുകളിൽ കഴിഞ്ഞ ദിവസം ചിമ്മിനിക്കുഴൽ സ്ഥാപിച്ചിരുന്നു. യൂറോപ്പിൽ ഇറ്റലിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കർദിനാളുമാർ ഉള്ളത്, 19 കർദിനാളുമാർ. ഫ്രാൻസ് 6, സ്പെയിൻ 5, അമേരിക്കകളിൽ നിന്നുള്ള 37 കർദിനാൾമാർ, ഏഷ്യയിൽ നിന്ന് 23, ആഫ്രിക്കയിൽ നിന്ന് 18, ഓഷ്യാനിയയിൽ നിന്ന് 4 എന്നിങ്ങനെയാണ് കണക്കുകൾ. കർദിനാൾ മാർ ബെസിലിയൂസ് ക്ലീമിസ് ബാവ, കർദിനാൾ ജോർജ് കുവക്കാട്, ഗോവ ദാമൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ഫിലിപ്പ് നേരി, ഹൈദരാബാദ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് അന്തോണി പൂള എന്നിവരാണ് ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്ന വോട്ടവകാശമുള്ള കർദിനാളുമാർ. ഇത്തവണ ഹബേമൂസ് പാപ്പ അഥവാ പുതിയ പാപ്പയെ തെരഞ്ഞെടുത്തു എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് ആരായിരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. 2013 കോൺക്ലേവിൽ ഫ്രഞ്ചുകാരനായ കർദിനാൾ ജീൻ ലൂയിസ് ടൗറാനാണ് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്ത വിവരം ജനങ്ങളെ അറിയിച്ചത്. ഈ കോൺക്ലേവിൽ പ്രോട്ടോ ഡീക്കനായ ഡൊമിനിക് മാമ്പർട്ടിയാണ് ഈ സ്ഥാനം വഹിക്കുക. ഹബേമൂസ് പാപ്പ അഥവാ നമുക്കൊരു പുതിയ മാർപ്പാപ്പയെ ലഭിച്ചിരിക്കുന്നുവെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് ആരായിരിക്കുമെന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. 2013 കോൺക്ലേവിൽ ഫ്രഞ്ചുകാരനായ കർദിനാൾ ജീൻ ലൂയിസ് ടൗറാനാണ് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്ത വിവരം ജനങ്ങളെ അറിയിച്ചത്. ഈ കോൺക്ലേവിൽ പ്രോട്ടോ ഡീക്കനായ ഡൊമിനിക് മാമ്പർട്ടിയാണ് ഈ സ്ഥാനം വഹിക്കുക. നയതന്ത്ര രംഗത്ത് ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള കർദിനാളാണ് ഡൊമിനിക് മാമ്പർട്ടി. സുഡാനിലും എറിത്രിയയിലും ഒരു ന്യൂൻഷോയും സൊമാലിയയിൽ അപ്പസ്തോലിക് പ്രതിനിധിയുമായിരുന്നു അദ്ദേഹം. 2006 ബെനഡിക്ട് 16 അദ്ദേഹത്തെ വത്തിക്കാൻ വിദേശകാര്യമന്ത്രിയായി നിയമിച്ചു. ഡീക്കൻ കർദിനാളുമാരുടെ തലവനാണ് കർദിനാൾ മാമ്പർട്ടി. ഇതോടെ വത്തിക്കാനിൽ നിന്നുള്ള പ്രത്യേക വാർത്താ അപ്ഡേറ്റുകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.